നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ഇൻഫർമേഷൻ പറയാനുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലാസ് ആയിട്ടല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2021 തൊട്ട് 2025 വരെ നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ MCQ ചോദ്യങ്ങളുണ്ടല്ലോ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ തന്നെ നമുക്ക് പ്രിലിംസ് പാസ്സാവാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ഏരിയാസും കിട്ടും. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നതും ആ രീതിയിലാണ്. ചെയ്യാൻ പോകുന്ന കാര്യം ആദ്യം പറയാം. വലിയ ഫീസ് ഒന്നും ഞാൻ വാങ്ങിക്കില്ല കേട്ടോ. പിന്നെ ഇതിന് ഫീസ് പറയുന്നത് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നെങ്കിൽ പോലും എൻ്റെ ഈ ജോലി തിരക്കുകളും ബാക്കി വന്നിട്ട് വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പം ഞാൻ അങ്ങ് ഉഴപ്പി പോകുന്നുണ്ട് പലപ്പോഴും. അപ്പൊ ഇതൊരു നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് വരുമ്പം കൃത്യമായിട്ട് എനിക്ക് പ്രിലിംസ് വരെയും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു കോഴ്സ് പോലെ ഇതങ്ങ് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പൊ എത്ര പേര് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങാം. അപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് പറയാം. 2021 തൊട്ട് 2025 വരെ നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ എല്ലാം തന്നെ GKയുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്ത് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആ ഏരിയാസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് നോട്ടും നമ്മൾ ആദ്യം ചെയ്യും. അതിനുശേഷം, അതായത് കൂട്ടത്തിൽ തന്നെയാണ്, അപ്പം 21 തൊട്ട് 25 വരെയുള്ള GKയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എടുക്കുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത നോട്ട്സ്, ആ കംപ്ലീറ്റ് ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള നോട്ട്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ്, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഒക്കെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ചെയ്യും. അത് PDF ആയിട്ട് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ 2021 തൊട്ട് 2025 വരെ നടത്തിയുള്ള പാറ്റേൺ നോക്കിയിട്ട് 50 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്യും. അതിന്റെ ലിസ്റ്റ് ഞാൻ തരാം. ആ ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്കിനെയും പറ്റിയിട്ടുള്ള UPSC ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലാസ്, അതിന്റെ ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ഈ 50 GK ടോപ്പിക്സ്, ഹോട്ട് ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 50 GK ടോപ്പിക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഓരോ ടോപ്പിക്കിന്റെയും ക്ലാസ് എടുത്തു തരും. അപ്പൊ ക്ലാസ് എടുക്കാൻ പോകുന്നത് നമുക്ക് വേണ്ട സ്മാർട്ട് സ്റ്റഡി ഉദ്ദേശിച്ചിട്ട് നമുക്ക് വേണ്ട ചോദിക്കാൻ സാധ്യതയുള്ള 50 ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള ആ ഏരിയാസിനെ സെലക്ട് ചെയ്ത് ആ ടോപ്പിക്സിന്റെ ക്ലാസ് ആണ് എടുത്തു തരാൻ പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞത് കൂട്ട് തന്നെ ഇത്രയും നാളത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട നോട്ടും കൃത്യമായെന്ന് മനസ്സിലാക്കുന്നു. കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഏകദേശം ഒരു പ്രിലിംസിന്റെ ഡേറ്റ് വന്ന് ഒരു മാസത്തിനുള്ളിൽ, ആ ഒരു മാസത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ 1.5 മാസത്തെ ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഇത് കവേർഡ് ആവുമല്ലോ. ആ എന്നാണോ കവേർഡ് ആവുന്നത് അല്ലെങ്കിൽ പ്രിലിംസിന്റെ ഡേറ്റ് വരുന്നത് അത് വെച്ചിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്സും അതുപോലെ എക്സ്ട്രാ വരുന്ന എല്ലാ ഏരിയാസും കൂടെ ചേർത്തിട്ട് മോക്ക് ടെസ്റ്റുകളായിരിക്കും ഈ കോഴ്സിനകത്ത് തരാൻ പോകുന്നത്. അപ്പൊ ഇതൊരു പാക്കേജ് ആണ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ്. എല്ലാ ടോപ്പിക്സും കൂടെ പഠിപ്പിച്ചു തരുന്ന ഒരുപാട് ചാനലുകളും ഒരുപാട് ആപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു സ്ട്രാറ്റജി ഇതാണ്. അപ്പൊ ഇതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കമന്റ് ചെയ്യാം ആർക്കൊക്കെ ഉണ്ടെന്ന്. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 499 രൂപയായിരിക്കും ഫീസ്. അപ്പൊ ഇത് പ്രിലിംസ് പ്ലസ് മെയിൻസ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ മെയിൻസ് വരെ നിങ്ങൾക്ക് എന്തായാലും ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മെയിൻസ് വരെ ആയിരിക്കും ഈ ഒരു പാക്കേജ് പോകാൻ പോകുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ സ്ട്രാറ്റജി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട 50 ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റ് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് എടുത്തിട്ടുള്ള എർത്തിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട 2 ക്ലാസ്സുകൾ നമ്മൾ SCERT വൈസ് ചർച്ച ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 MCQ ചോദ്യങ്ങളുടെ ഒരു പെട്ടെന്നുള്ളൊരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക, കണ്ടവര് പഠിച്ചവര് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻസ് വായിക്കാം, നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്തുക. കംപ്ലീറ്റ് ആയിട്ട് SCERT പുസ്തകത്തിനെ അടിസ്ഥാനമാക്കി, NCERT +1 പുസ്തകത്തിനെ അടിസ്ഥാനമാക്കി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ എർത്ത് ക്രസ്റ്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നോട്ട്സ് ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ. അതായത് മലയാളത്തിലേക്ക് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആ ഒരു സമയവ്യത്യാസം ഉള്ളത് കൊണ്ടും, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാക്സിമം കുറച്ച് പേരൊക്കെ ഇപ്പോഴും മലയാളത്തിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരോട് ഒരു റിക്വസ്റ്റ് ആണ്, ഇംഗ്ലീഷും കൂടെ നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ കംപ്ലീറ്റ് നോട്ടും
സിമ്പിൾ നോട്ട് ആയിരിക്കും കേട്ടോ, സിമ്പിൾ നോട്ട് ആയിരിക്കും. അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സും എല്ലാം തന്നെ എടുക്കുന്നത്. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് നോട്ട്സും മലയാളം നോട്ട്സും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. മലയാളത്തിൽ ക്ലാസ് എടുക്കും. സെറ്റ് ആണല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിന്നർ ദാൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്. 2, ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത്. 3, ദ മീൻ ഡെൻസിറ്റി ഓഫ് ദി കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ഓഷ്യാനിക് ക്രസ്റ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണിത്. നമ്മുടെ വൻകര ഭൂഖണ്ഡം അല്ലെങ്കിൽ വൻകരയിലുള്ള ക്രസ്റ്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ക്രസ്റ്റിന്റെ പാർട്ടിനേക്കാളും തിന്നറാണ്. 2, ക്രസ്റ്റ് എന്ന് പറയുന്നത് എർത്തിന്റെ സോളിഡ് പാർട്ടിന്റെ, അതായത് ഭൗമ ഉപരിതലത്തിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആണെന്ന് പറയുന്നു. 3, മീൻ ഡെൻസിറ്റി, അതായത് ഒരു ആവറേജ് നമ്മൾ സാന്ദ്രത എടുക്കുന്ന സമയത്ത് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റിനേക്കാളും കൂടുതലാണെന്നാണ് പറയുന്നത്. ഇത് ഇന്നലെ ചർച്ച ചെയ്തതേ ഉള്ളൂ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 3 ശരി, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 2 3, ഓപ്ഷൻ ഡി 1 2. Question number 2. The term sial is used to denote A, mineral rich in silica and aluminum found in the upper mantle. B, mineral rich in silica and aluminum forming the continental crust. C, minerals rich in silica and magnesium found in the oceanic crust. D, minerals rich in nickel and iron forming the core. 3. Which one of the following statement about the mantle is correct? A, it extends up to a depth of 1000 km below the crust. It is entirely liquid in nature. It extends from Moho discontinuity to a depth of about 2900 km. Its upper part is called a lithosphere. ഏതാണ് മാൻഡിലിനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. 4. The asthenosphere plays an important role because A, it is the outermost solid layer of the earth. B, it forms the core mantle boundary. C, it acts as a source region for magma and allow plate movement. D, it consists mainly of iron and nickel. ഏതാണ് ഇവിടെ കറക്റ്റ്? അഞ്ച്, which of the following correctly matches the earth layer with their dominant element? അതായത് ഓരോത്തിനകത്തും ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്നാണ്. ക്രസ്റ്റ് സിലിക്കൺ ആൻഡ് അലൂമിനിയം, മാൻഡിൽ സിലിക്കൺ ആൻഡ് മഗ്നീഷ്യം, കോർ നിക്കൽ ആൻഡ് അയൺ. ഏതാണ് ഡോമിനന്റ് ആയിട്ടുള്ള എലമെന്റ്? ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 2 ശരിയാണ്, ഓപ്ഷൻ ബി 1 3, ഓപ്ഷൻ സി 3 ശരിയാണ്, ഓപ്ഷൻ ഡി 2 3 മാത്രം ശരിയാണ്. 6. Consider the following statement about the sources of information on the Earth's interior. നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് സോഴ്സും ഉണ്ട് ഇൻഡയറക്റ്റ് സോഴ്സും ഉണ്ട് നമുക്ക് എർത്തിനെ പറ്റി പഠിക്കാനായിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 1. ഡയറക്റ്റ് സോഴ്സ് ഇൻക്ലൂഡ് ഡീപ് മൈനിങ് ആൻഡ് ഡ്രില്ലിംഗ് പ്രോജക്ട് ലൈക്ക് ദ കോല ഡീപ് ബോർഹോൾ. നമ്മൾ കോല ഡീപ് ബോർഹോൾ പോലെയുള്ള ഡ്രില്ലിംഗ് പ്രോജക്റ്റുകളൊക്കെ ഡീപ് മൈനിങ് ഒക്കെ ഡയറക്റ്റ് സോഴ്സ് ആണ്. 2. ഇൻഡയറക്റ്റ് സോഴ്സ് ഇൻക്ലൂഡ് ദ സ്റ്റഡി ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി വേരിയേഷൻ വിത്ത് ഡെപ്ത്. അത് ഇൻഡയറക്റ്റ് ആണോ? താപം, പ്രഷർ എന്നൊക്കെ പറയുന്നത്. 3. സീസ്മിക് വേവ് അനാലിസിസ് ഇസ് ക്ലാസിഫൈഡ് ആസ് എ ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. സീസ്മിക് വേവ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഭൂകമ്പത്തിന്റെ ആ ഒരു വേവ് ആണ്. അത് ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാറുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരി? 1 2 ശരിയാണ്, 2 3 ശരിയാണ്, 1 3 ശരിയാണ്, 1 2 3 ശരിയാണ്. 7. With reference to earthquake terminology, consider the following statement. 1. The point where energy is released during an earthquake is called the focus or hypocenter. നമ്മൾ പറഞ്ഞു ഭൂമിയിൽ ആ എനർജി റിലീസ് ആവുമ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടാവുന്നത്. ആ എനർജി റിലീസ് ആവുന്ന ആ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോസെന്റർ എന്ന് വിളിക്കും. 2. The point on the surface nearest to the focus, അതായത് ആ ഒരു ഫോക്കസിന് അടുത്തുള്ളതിനെ എപ്പി സെന്റർ എന്ന് വിളിക്കും ആ പോയിന്റിനെ. 3. All earthquake originate in the asthenosphere. എല്ലാ earthquakeകളും തുടങ്ങുന്നത് ആസ്തനോസ്ഫിയറിലാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ്? ക്ലാസ് കൃത്യമായിട്ട് കണ്ടവരെല്ലാം ആൻസർ ചെയ്തു. 1 2 2 മാത്രം, 1 3 1 2 3 ശരിയാണ്.
8 കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എർത്ത് വേവ്സ്. പ്രധാനമായിട്ട് 3 വേവ്സ് ആണ് നമ്മൾ പറഞ്ഞു. പി വേവ്, എസ് വേവ്, സർഫസ് വേവ്. P waves are primary wave that can travel through solid, liquid and gases. P wave primary wave ആണ്, സോളിഡിലൂടെയും ലിക്വിഡിലെയും ഗ്യാസിലൂടെ ഇത് കടന്നു പോകും. S wave secondary wave ആണ്, that can through both solid and liquid. സോളിഡിലൂടെയും ലിക്വിഡിലെയും secondary wave കടന്നു പോകും. 3 the vibration direction of S wave is perpendicular to the direction of wave propagation. അത് ലംബമായിട്ടാണോ വൈബ്രേഷൻ? ആരുടെ കാര്യം? എസ് വേവ് സെക്കൻഡറി വേവ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ആണോ അതോ പാരലൽ ആണെന്നാണ് ചോദ്യം. എസ് വേവിന്റെ Which of the following above statement is are correct? 1 3 ശരിയാണ്, 2 മാത്രം ശരിയാണ്, 1 2 ശരിയാണ്, 1 2 3 ശരിയാണ്. ഒൻപത് with reference to the shadow zone consider the following statement. ഷാഡോ നിഴൽ മേഖലയെ പറ്റിയിട്ടാണ് ചോദ്യം. Shadow zone of S wave lies between 105 degree and 145 degree from the epicenter. എസ് വേവിന്റെ ഷാഡോ 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയ്ക്കായിട്ടാണ് വരുന്നത്, എപ്പി സെന്ററുമായിട്ട്. പി വേവ് ആർ കംപ്ലീറ്റ്ലി ആബ്സെന്റ്, അതായത് 105 ഡിഗ്രിക്ക് മുകളിലേക്ക് എപ്പി സെന്ററിൽ നിന്ന് 105 ഡിഗ്രി മുകളിലേക്ക് പോകുമ്പോൾ പി വേവ് പ്രൈമറി വേവ് ഉണ്ടാവില്ല. 3 ഈ ഒരു സെക്കൻഡറി വേവ് ഷാഡോ സോൺ എന്ന് പറയുന്നത് പി വേവിനേക്കാളും കൂടുതലാണ്, അതായത് ഏരിയ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? അവിടെ പടം കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 3 1 2 2 3 1 2 3. 10 കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മെഷർമെന്റ് ഓഫ് എർത്ത്. എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. 1 റിക്ടർ സ്കെയിൽ മെഷേഴ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓർ എനർജി റിലീസ് ഡ്യൂറിംഗ് ആൻ എർത്ത്. 2 മെർക്കലി സ്കെയിൽ മെഷേഴ്സ് ദ ഇന്റൻസിറ്റി. അല്ലെ, മെർക്കലി സ്കെയിലും റിക്ടർ സ്കെയിലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. തീവ്രതയാണോ അതോ നാശനഷ്ടമാണോ അപകട സാധ്യതയാണോ അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മെർക്കലി സ്കെയിൽ മെഷേഴ്സ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ഡിഗ്രി ഓഫ് ഡാമേജ് കോസ്റ്റ്. 3 ബോത്ത് റിക്ടർ ആൻഡ് മെർക്കലി സ്കെയിൽ വാല്യൂസ് റേഞ്ചിങ് ഫ്രം 1 to 12. റിക്ടർ സ്കെയിൽ എവിടെ വരെയാണ്, മെർക്കലി സ്കെയിൽ എവിടെ വരെയാണ് റേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ ശരി എന്നുള്ളത് നോക്കാം. 1 2 2 മാത്രം, 1 3 1 2 3. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കണ്ടവർക്ക് ഇതിനെല്ലാം ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റി കാണും. അപ്പൊ കണ്ടിട്ടില്ലാത്തൊരു ICRT ചാപ്റ്റർ എടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്കണേ. ആൻസേഴ്സ് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ ഓപ്ഷൻ സി. 5 ഓപ്ഷൻ സി ആണ്. 6 ഓപ്ഷൻ എ ആണ്. 8 ഓപ്ഷൻ 7 പറഞ്ഞില്ല, 7 ഓപ്ഷൻ എ ആണ്. സോറി, ഓപ്ഷൻ എ. 8 ഓപ്ഷൻ എ. 9 ഓപ്ഷൻ എ. 10 ഓപ്ഷൻ എ. അപ്പം 10ൽ 10 കിട്ടിയവര് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. ഈസി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ചോദിച്ചത്, എന്നാലും ഒന്നുകൂടെ കൃത്യമായിട്ട് വായിച്ചു പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 5ൽ താഴെ പോയവര്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിനെ പറ്റിയിട്ട് താഴെ ഒന്ന് കമന്റ് ഇടണം. വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും പറയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സജഷൻസ് സ്വീകരിക്കുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.